ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര നമ്മുടെ ഇടുക്കി ജില്ലയിലേക്കാണ്. നമ്മളെ ഇടുക്കി ആർച്ച് ഡാം കാഴ്ചക്കാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നുണ്ടെന്നൊരു വാർത്ത കേട്ടു. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊന്ന് പോയി നോക്കുകയാണ്, ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഗായ്സ്, അപ്പോൾ ഞങ്ങളങ്ങനെ നമ്മൾ ഇടുക്കി ജില്ലയിലെത്തി. ഇവിടെയൊക്കെ ഭയങ്കര കോട കേട്ടോ. രാവിലത്തെ വ്യൂ ആണിത്. നല്ല കോടയാണ് ഗായ്സ് ഇവിടെ. ഗായ്സ്, ഇത് നമ്മൾ ആർച്ച് ഡാം കാണാൻ പോകുന്ന വഴിക്ക് ഫസ്റ്റ് കണ്ട വ്യൂ ആണിത്. കല്ലാർകുട്ടി ഡാം. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇടുക്കിയിലോട്ട് വന്നിട്ടുള്ളത്. ഇടുക്കി ആർച്ച് ഡാം കാണാനപ്പം മെയിനായിട്ട് നമ്മൾ പോണത്. അപ്പോൾ പോണ വഴിക്ക് നമുക്കിതാ കല്ലാർകുട്ടി ഡാമുണ്ട് ബാക്കിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ നിർത്തിയതാ. കാണാൻ നല്ല ക്ലൈമറ്റ്, നല്ല കോടമഞ്ഞുണ്ട്, നല്ല അടിപൊളി വ്യൂ പോയിൻ്റ്. ഡാമിലിപ്പോഴും അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. മഴക്കാലത്ത് കുറച്ചുകൂടി വെള്ളം കൂടും. ആഷിക്ക് ഉള്ളിലോട്ട് പ്രവേശനമെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് ഇറക്കണ്ട. അല്ല, നിരോധിത മേഖല, നോ എൻട്രി വിത്തൗട്ട് പെർമിഷൻ, അനുവാദമില്ല പ്രവേശനമില്ല. KCB ബോട്ടിംഗ് ഉണ്ട്. 400 മീറ്റർ കഴിഞ്ഞു കല്ലാർകുട്ടി ഡാമിൽ. നോക്കുക ഗായ്സ്, ഫുള്ള് അഴുക്കടിഞ്ഞു കൊണ്ട് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ വന്നടിഞ്ഞിട്ട് ഒക്കെ വന്നടിഞ്ഞു. അവിടെ പോകണില്ല. ഡാം തുറക്കേണ്ട ടൈമിൽ ചിലപ്പോൾ പടം പോയിട്ടുണ്ടാവും. ഇപ്പം കെട്ടിക്കിടക്കല്ലേ. ഇപ്പോൾ എത്ര സെൻറ്റിമീറ്റർ വെള്ളമുണ്ട്? 50 450 445 45 അടുത്ത് 155 അടുത്തുണ്ട്. അതുകൊണ്ടൊക്കെ നല്ല കുളഞ്ഞുണ്ട്. നമുക്ക് ആ ബോട്ടിങ്ങിനാണ്ട് പോയാലോ? ബോട്ടിങ്ങിനോടൊക്കെ പോയത് ഇങ്ങനെ വണ്ടികളൊക്കെ പോണതാ. നോ എൻട്രി പറഞ്ഞിട്ട് നമുക്ക് പോയേക്കാം, നടന്നു പോയേക്കാം നമുക്ക്. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഡാമിന് മുകളിൽ കൂടി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഡാമിൽ കുറച്ചൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട്, ഒരു ഏരിയയിൽ മാത്രം. കുറച്ചൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഗായ്സ്. പക്ഷെ രാവിലെ നല്ല അടിപൊളി ക്ലൈമറ്റ് അല്ലേ? അടിപൊളി ക്ലൈമറ്റ്. അതും ഈ സമയത്ത് ഇപ്പം എല്ലായിടത്തും ഭയങ്കര ചൂടാണ്. ഇതിന് 2 ഷട്ടറിലുള്ളൂ. 2 ഷട്ടറുള്ളൂ അല്ലേ? 2 ഷട്ടറാ? ആ, ഇവിടെ ഒന്നും അതിൻ്റെ അപ്പുറത്ത് ഒന്ന് കാണുള്ളൂ. അതിൽ ഡാം തുറക്കുന്ന ടൈമിലാണ് അവിടെ നിന്ന് വെള്ളം തട്ടിയിട്ട് നല്ല ഫോഴ്സിനെ പൊന്തവൻ. അത് നല്ല ഭംഗി കാണാം. ഇപ്പം ഈ ഒരു ഇത് മാത്രമേ ഔട്ടർ വെള്ളം ഇത് മാത്രമേ പോകണുള്ളൂ. ഓൾറെഡി ഇപ്പോൾ വേനൽക്കാലം കൊണ്ട് എല്ലാ ഡാമിലും എല്ലാ പുഴയിലൊക്കെ വെള്ളം കുറവാണ് പൊതുവെ. വെള്ളത്തിൽ കൂടുതലുണ്ടല്ലോ അല്ലേ? അവിടെ നല്ല ആഴം ഉണ്ടാവും. ഗായ്സ്, അപ്പോൾ ഇതാണ് ഒരു ഷട്ടർ. ഡാം തുറന്നിടുമ്പോൾ ഇവിടുന്ന് നല്ല ഫോഴ്സിൽ വെള്ളം പോണ കാണാൻ നല്ല ഭംഗി. അതിൽ കൂടുതലുണ്ട്.
ഷട്ടറേ ഇതൊരു ഷട്ടറും അവിടെ വേറെ ഷട്ടർ അല്ല അല്ല രണ്ടെണ്ണം അല്ല അതിൽ കൂടുതലുണ്ട് 1 2 3 4 ഉണ്ട് 4 ഷട്ടർ ഉണ്ട് 4-5 ഷട്ടർ ഉണ്ട് ഇത് കുറച്ചുള്ള വെള്ളം പോകണ്ടേ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളിയല്ലേ ഇവിടുന്ന് ഒരു ബോട്ടിങ് എവിടെ ഇവിടുന്ന് 400 മീറ്റർ കാണിക്കുന്നുണ്ട് പക്ഷെ ഏത് ഭാഗത്ത് എങ്ങോട്ടാണെന്ന് ബോട്ടിങ് അവിടെ കയറാം അങ്ങോട്ടല്ലേ കേട്ടനെ അല്ല മീൻ ഉണ്ടോ അതിന് ഉണ്ടാവും ഡാമല്ലേ വലിയ മറ്റേ ചെമ്പല്ലി ഉണ്ടാവും നല്ല ബാക്ക്ഗ്രൗണ്ട് വ്യൂ ഉണ്ടാവും പോയി നോക്കാം മെയിനായി പൂവേ ഇവിടുന്ന് അങ്ങോട്ടല്ലേ കാണുന്നത് ഇവരല്ലേ പോവാലോ അല്ല പോയാ മതി അയ്യോ കാഴ്ചപ്പോ ഞങ്ങൾ ആ പാലത്തുമ്പോ ഇവിടെ തുമ്പിയിട്ടും നല്ലൊരു അടിപൊളി പാലുണ്ട് ഇവിടെ പാലത്ത് നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് കല്ലാർകുട്ടിപ്പാലം നിർത്തോ അല്ല അങ്ങനെ പോയി കാണാൻ പോയിട്ട് തിരിച്ചു വരാം പാലത്തുമ്പോ വണ്ടി നിർത്താൻ പാടില്ല എന്നാണ് ആരാറിന് അല്ല അങ്ങനെ ഒരു ഇതുണ്ട് പ്രോട്ടോകോൾ ഉണ്ട് ട്രാഫിക് നിയമത്തിൽ അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ട് ട്രാഫിക് നിയമം പാലത്തുമ്മല്ലോ എന്നായിക്കോട്ടെ അങ്ങനെയെങ്കിൽ അങ്ങനെ പിന്നെ റോഡ് ചെറിയ വീതിയുള്ളൂ അപ്പോൾ ബസ്സൊക്കെ വരുന്ന റൂട്ടാണ് അപ്പോൾ ബസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും വണ്ടി ഒന്നും സൈഡാക്കിയിട്ടില്ലെങ്കിലേ ബസ്സുകാർ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല അങ്ങനെ പോകും എന്തായാലും കാശ് നല്ല വ്യൂ പോയിന്റ് കേട്ടോ രാവിലെ ആയതുകൊണ്ടാണ് നല്ല അടിപൊളി ക്ലൈമറ്റാണ് അവിടെ ചെറിയതായിട്ട് ആൾക്കാർ ഫിഷിങ് ചെയ്യുന്നുണ്ട് വല ഇട്ടേച്ചൊക്കെ തോന്നുന്നു ഇതെന്താ തപ്പണ് ക്യാമറ എടുക്കാണ് കാശ് എന്ത് അതെന്താ തപ്പണ വയ്ക്കാം ജലദോഷം പിടിച്ചോണ്ട് അതൊരു ടോറസ് ഉണ്ട് പാലം കുലുങ്ങണ്ടേച്ചി നല്ല ജർക്കിങ് ഉണ്ട് ഇവിടെ നിന്നൊക്കെ നമുക്ക് ഡാം കാണാം ഡാമിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ കാണാം ക്യാമറ എടുത്തിട്ട് ആരോ നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഫിഷിങ്ങിൻ്റെ ആള് ഇന്ന് കിട്ടുമോ എന്ത് കിട്ടുമെന്ന് ഫോട്ടോ
യെസ് ഗായ്സ്, എന്താണ് കല്ലാർ കുട്ടിപ്പാലോ? എന്താ പാലത്തിന് കല്ലാർ കുട്ടിപ്പാലം? ഇവിടെ നമ്മളെ ഫസ്റ്റ് പോയ ഡാമിന്റെ ഫ്രണ്ടേജ് ഇങ്ങനെ കാണാം. ഇവിടുന്ന് നല്ല ബാക്ക്ഗ്രൗണ്ട്. മലകൾ ഉണ്ടായിരുന്നു, തട്ടായിട്ട് മലകൾ നിൽക്കുന്നത്. അത് ശരിക്കും മഴക്കാലത്ത് നല്ല വെള്ളം വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. വെള്ളം വരുന്നാലേ വെള്ളം വരെ നല്ല ഭംഗി ഉണ്ടാവും. ഇതാണ് ഡാമിൽ നിന്ന് വെള്ളം വരുന്നതാണിത്. ഇതാണ് കല്ലാർകുട്ടി പാലം. അപ്പോൾ കഴിച്ച് നമ്മൾ കല്ലാർകുട്ടിപ്പാലം കണ്ട് ഡാമും കണ്ടു. ഇനി നമുക്കിനി നേരെ ആർച്ച് ഡാം കാണാൻ പോവാം. ഓക്കെ, ഇനിയിപ്പോൾ പോണ വഴി എന്തെങ്കിലും കാണാണെങ്കിൽ നമുക്കപ്പോൾ നിർത്താം. വേറെ ഇപ്പോൾ ഡെസ്റ്റിനേഷൻ കാണുന്നൊന്നുമില്ല. ഇവിടേക്ക് വരുമ്പോൾ മാക്സിമം നേരത്തെ വരികയാണെങ്കിൽ ഈ ഒരു ഇത് കിട്ടും, നല്ല അടിപൊളി ആംബിയൻസ് കിട്ടും. പിന്നെ ഒരു വൈബ് പോയി കിട്ടും. പക്ഷെ രാവിലെ ആകുമ്പോഴുള്ള ആ ഒരു കോടമഞ്ഞ് നല്ലൊരു ഇതുണ്ട്. ഇപ്പം നമ്മളൊക്കെ കൊടും വേനല, പക്ഷെ ഇവിടെ നല്ല തണുപ്പാട്ടോ ഈ സമയത്ത്. നമ്മളവിടെയൊക്കെ ഈ ടൈം ആകുമ്പോൾ തന്നെ നല്ല വെയിലാണ്, നല്ല ചൂടും. ഇവിടെ ഉണ്ടാവും ചൂടൊക്കെ കുറച്ചൊക്കെ. എന്നാലും നമ്മളിന്നലെ രാത്രി 12 മണി കഴിഞ്ഞിട്ടാ പുറപ്പെടൂലേ നാട്ടിൽ നിന്ന്. നൈറ്റ് ഫുള്ള് ട്രാവലിംഗ് തന്നെയായിരുന്നു. മതിയായി. നമുക്ക് പോലെന്നാ വാ. വണ്ടി അവിടെ കാഴ്ച. അപ്പം നമ്മള് കല്ലാർകുട്ടി പാലത്ത് വന്ന് നേരെ ലെഫ്റ്റിലഞ്ഞ് ചെറുതോണി ബോട്ടുണ്ട്. നമ്മളെ ഇഷ്ടം പോലെ കൊക്കോപ്പഴം ഉണ്ടാവും കേട്ടോ. നമ്മളെ ഇതാവണ മരം കണ്ടോ, ചോക്ലേറ്റ് ഉണ്ടാവണ ഇഷ്ടം പോലെ ഉണ്ട് ബുദ്ധിയാണ്. പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല കേട്ടോ. ചക്ക ഉണ്ട്. ഇടുക്കി ഡാമല്ലേ? ഇടുക്കി ഡാം, ആർച്ച് ഡാം ഇന്ത്യയിലെ ലാർജസ്റ്റ് ഡാം. മൂന്നാമത്തേതോ ഇന്ത്യയിലോ? നല്ല അടിപൊളി റോഡാണ് ഗായ്സ്. ഇതൊക്കെ ഇപ്പോൾ അടുത്തിട്ട് ഇറങ്ങിയിട്ടുള്ളേ. ഇവിടെ പുഴ, ഇവിടെ റോഡ്, ഇവിടുത്തെ മല. ഇതാണ് ഇടുക്കിയുടെ ഭംഗി. കുറച്ച് പൗസ് ചെയ്യും, കുറച്ചൊക്കെ എടുക്കും. ഇങ്ങനെ ഈ ആ റോഡിന് പോയാലോ? നോക്കൂ, നല്ല അടിപൊളി പാലല്ലേ. എവിടെ പോകണ്ടാവും അല്ലേ? ആ മഴക്കാലത്ത് നല്ല വെള്ളം മേലെ കൂടി പോകണ്ടാവും. അവനെന്തോ കണ്ടുപിടിക്കാനുള്ള ഇതൊക്കെ വല്ലാണ്ട് തിരയണുണ്ട്. എന്താണ് കവി ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണില്ല. ക്യാമറ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുന്നുണ്ട്. അതിനും മാത്രം എന്താ അവിടെ കാണുന്നത്? ഈ ഒരു പാലം എന്താ ഈ കാണും, ഇതല്ല ഒന്നുമില്ല. പിന്നെ എന്താ അത്ര സൂം ചെയ്തെടുക്കണമെന്ന് അറിയാത്ത.
എന്തായാലും കൊള്ളാം, നല്ല ബാക്ക്ഗ്രൗണ്ട്. അവിടെയാണ് നമ്മുടെ മേലെ നമ്മളിപ്പോൾ വന്ന റോഡ്. അവിടെ കാണുന്നത് അവിടെയാണ് റോഡ്. അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്, പനംകൂട്ടി ശിവക്ഷേത്രം എന്നുണ്ട്. ഈ റോഡ് നേരെ അങ്ങോട്ടാ ക്ഷേത്രത്തേക്ക് പോകണം. ക്ഷേത്രം. മാലിന്യങ്ങൾ വലിച്ചെറിയ ആരോടാ മാലിന്യം വലിച്ചെറിയാറ്? ആ, അതിൻ്റെ ചോട്ടിൽ തന്നെ ഇതാണ്ടല്ലോ ബോർഡ്. ഇതാ വെക്കുന്നു അതിൻ്റെ ചോട്ടിൽ. ഇതാണ് മലയാളി. ഇത് കേരളത്തിൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. കണ്ടില്ലേ? എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞു, അതേ ചെയ്യുള്ളൂ. ശീലിച്ചു പോയി. മലയാളികളെ അങ്ങനെ തന്നെയാണ്. അതങ്ങനെയാണല്ലോ, അതങ്ങനെയാവാൻ പാടുള്ളൂ. എവിടെ ചെന്നാലും അങ്ങനെ തന്നെ. അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യണ്ടെന്ന് പറഞ്ഞ് ചെയ്യാനല്ലൊരു സുഖം ഉണ്ടാവുള്ളൂ. അതെ അതെ. അതെ, കയറല്ലേ, അങ്ങോട്ട് പോവല്ലേ? പോവാ. ഞങ്ങളെ വെറുതെ ഇവിടെ ഒരു സ്ഥലം ഇങ്ങനെ കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങിയതാണ്. കുഴപ്പമില്ല. ചെറിയൊരു പാലം. ഹൈറ്റ് ഇല്ല, തീരെ ഹൈറ്റ് വളരെ കുറവാണ്. ചിലപ്പോ വെള്ളം വന്നാല് ഈ പുഴയിൽ നല്ല ഇതിന്റെ ടോപ്പിലൂടെ വെള്ളം പോകേണ്ടതാണ്. അതിന്റെ ഇതിന് മുന്നേ ഉള്ള വെള്ളമൊക്കെ പോയ മാതിരി കാണുന്നുണ്ട്. അതിന്റെ മേൽഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. ഒരു കർവ് ഉണ്ടല്ലോ സൈഡില്. എന്താ ശരിക്കും അവര് അങ്ങനെ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടാണ്. വെള്ളം വന്നു കഴിഞ്ഞാല് മറ്റേതാകുമ്പോ ഇതല്ലേ, ഇത് കുറച്ചൊരു ഇത് കർവ് അല്ലേ ഈ സൈഡ്. വെള്ളം വന്ന് അടിക്കേണ്ട ഇതായതുകൊണ്ട് ഇങ്ങനെ വലിയ ഫോഴ്സ് വലിയ ഇതുണ്ടാവില്ല, പരിക്ക് വരില്ല പാലത്തിന്. അതിന് വേണ്ടിട്ട് അങ്ങനതായിട്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്തതാണ് തോന്നുന്നു. എന്തായാലും കൊള്ളാം, നൈസായിട്ടുണ്ട് സ്ഥലം. പോവല്ലെന്നാ നമുക്ക് പോവാം. നമ്മുടെ അടുത്ത പാലത്തിലേക്ക് വന്നു. വെറും പാലങ്ങളാണ് ഗായ്സ് ഇവിടെ. നിർത്തിക്ക, അവിടെ നൈസാട്ടോ. ഇതേതാ പാലം? ഗായ്സ് ഇവിടെ പഴയ പാലം പൊളിഞ്ഞു അല്ലേ? അത് പഴയ പാലാണോ? അതൊരു നടപ്പാലം പോലെ അല്ല, അത് പാലല്ല. അത് ഈ വള്ളത്തിന്റെ മറ്റേ ഇതില്ലേ, ഫോഴ്സ് വർക്കിനൊക്കെ കിട്ടൂലേ, ചെറിയ ഇതുപോലെ കെട്ടുപോലെ കിട്ടൂലേ, അതാണ് സംഭവം. അത് എന്നിട്ട് അതവിടെ പൊളിഞ്ഞതാണ്. അതവിടെ 1-2 സ്ഥലത്ത് കണ്ടില്ലേ? ഇതിപ്പോ നമ്മൾ എത്ര മൂന്നാമത്തെ നാലാമത്തെ ബ്രിഡ്ജാണ് ഇപ്പത്. ഇടുക്കിയിൽ വെറും പാലങ്ങളോട് ഗായ്സ്, പാലങ്ങളോട് വെറുതെ കളിയാണ്. കൊള്ളാം. അപ്പൊ ഗായ്സ് നമ്മള് എവിടെയും കണ്ടിട്ട് നമ്മള് പോവാണ്. 4ാമത്തെ പാലാണ് ഗായ്സ് കാണുന്നത്. ഇവിടുന്ന് പോകാം. അടുത്ത പാലം എവിടെ ഉണ്ടോന്ന് അന്വേഷിക്കാം. അവിടെ നല്ലൊരു ചായക്കട. അവിടെ ഇത് കണ്ടു വണ്ടി അവിടുന്ന് ഇതുണ്ടാക്കണ്ടേ, പവർ സപ്ലൈ ഉണ്ടേ. അവിടെ ചെറിയ അവിടെ മുകളിൽ ചെറിയ ഡാമോ ചെക്ക് ഡാമോ, അവിടുന്ന് വെള്ളം ഫോഴ്സ് ചെയ്ത് വിടുക അല്ലേ? ഇവിടുന്ന് അവിടെ ഇതൊക്കെ ഉണ്ട്, മറ്റേ കറണ്ട്. ഈ മറ്റേ പോസ്റ്റ് വരുന്നത് ഇത് വരുന്നത് അയിമന്നാണ്. ഇടുക്കിയിൽ കുറെ ചെറുതായിട്ട് ഇപ്പൊ ഇതാണല്ലേ ഇവിടെ കണ്ടത്. അവിടെ പിന്നെ അതുപോലെ കല്ലാർകുട്ടി കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കണ്ടല്ലേ മെയിനായിട്ട് ഇടുക്കി മെയിനായിട്ട് സത്യം കറണ്ട് ഉൽപ്പാദനത്തിന് മാത്രമായിട്ടാണ് പേരിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു നാടൻ ഭക്ഷണശാലയൊക്കെ ഉണ്ട്. പവർ ഹൗസ് നേരെ കാണാം. നമുക്കൊരു പ്ലേറ്റ് അടിച്ച് വെച്ചാൽ കിട്ടുമോ? നമുക്കൊരു പ്ലേറ്റ് അടിച്ച് തന്നാലോ?
അവിടെ നിന്നാണ് സപ്ലൈ ഇതിലേക്ക് കണക്ട് ലൈന് പോണതല്ലേ? അവിടെ നിന്ന് അങ്ങനെ മേലോട്ട് കൊണ്ടുപോകും, മേലോട്ട് കണക്ഷൻ പോകണം. അവിടുന്ന് അങ്ങോട്ട് പോകണ്ടല്ലേ ലൈന്? അതാണ്ട് ടോപ്പ് ഏറ്റവും ടോപ്പ് അങ്ങനെ പോകണ്ട. എത്ര KB ഉണ്ടാവുന്നല്ലേ? അറിയില്ല, അത്യാവശ്യം ഉണ്ട്. നല്ലൊരു കാനനപാത അല്ലേ? കണ്ണാടി ഇപ്പൊ വണ്ടി ഒന്ന് സ്ലിപ്പായാലേ ഒക്കെ പാടെ മോറൊക്കെ പാടെ പോയിന്ന് ഗായ്സ്. മിററൊന്ന് റെഡിയാക്കിയതാ. ഇനി മറ്റേ ഇതാണ്, ഇത് ഇവിടെ ഒരു പവർ സ്റ്റേഷൻ ഉണ്ട്, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വെൽക്കം ടു വെൽക്കം ടു ലോവർ പെരിയാർ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രൊജക്ട് ഏരിയ. നമുക്ക് എങ്ങോട്ടാ? ഇടുക്കി. നമുക്ക് ലെഫ്റ്റ് പോലെ ലോവർ പെരിയാർ അങ്ങോട്ട് വേണോ? KCB എന്നിട്ട് അവിടെ പ്രവേശനം ഉണ്ടോ? വളവ് പെടണ്ടേ? അവിടെ പ്രവേശനം ഇല്ല തോന്നുന്നു കേട്ടോ. നമുക്കില്ല അവിടേക്ക് ഉണ്ടോ അറിയില്ല ഗായ്സ്. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരുപാട് ലെങ്ത് ഉണ്ട് വീഡിയോക്ക്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ്, ഞങ്ങളെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.